ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ബീച്ചിലേക്കാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മളോടൊപ്പം അമ്മൂമ്മ വരുന്നില്ല. അങ്ങനെ നമ്മൾ പോകാൻ ഇറങ്ങിയ സമയത്ത് ഏതുവഴി പോയാലാണ് ദൂരക്കുറവ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. അങ്ങനെ പോകുന്നതിന് മുന്നേ നമ്മൾ അമ്മൂമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്തിറങ്ങി. അങ്ങനെ കാറിൽ കയറി. നമ്മുടെ കൂടെ വേറെ 1-2 വ്യക്തികൾ കൂടി വരുന്നുണ്ട്. ജാനിക്ക് ഏറെ പ്രിയപ്പെട്ട 1-2 പേർ. അതിലേറെ പ്രിയപ്പെട്ട ഒരാളാണ് ഈ ചാടി വരുന്നത്. പുൽച്ചാടിയെപ്പോലെ തുള്ളി തുള്ളി വരികയാണ് ജാനിമോടെ കുഞ്ഞമ്മ. ജാനിക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയാണിത്. അതുപോലെ അവൾക്കും ഏറെ പ്രിയപ്പെട്ടവളാണ് ജാനി. യാത്രയിലെ മെയിൻ താരങ്ങളാണ് ഇവർ, ജാനിമോടെ ചേട്ടന്മാരും വല്യമ്മയും. ജാനിമോൾ അവളെ വല്യമ്മയെന്നൊന്നും വിളിക്കാറില്ല. ഞാൻ വിളിക്കുന്ന കേട്ട് വാവാ ചേച്ചി തന്നെ വിളിക്കാറ്. കാറിൽ കയറിയതോടെ എല്ലാവരും ഉഷാറായി. പാട്ടും ഡാൻസും എല്ലാം കൂടിയായിട്ട് കാറിൽ ഒരു ഓളവും തന്നെയായി. ഫ്രണ്ടിലിരുന്ന ജാനി പുറകിലേക്ക് പോയി അവരോടൊപ്പം ഒത്തു കളിക്കാൻ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. അവിടെ നിന്നും കുറച്ച് ദൂരേക്ക് വണ്ടി മാറ്റിയിട്ട് നടന്നാണ് നമ്മൾ പോയത്. എല്ലാവരും ഒന്നിനൊന്നും മെച്ചം കുരുത്തക്കേടുള്ളവരായതിന് എല്ലാവരും ഓരോരുത്തരെ പിടിച്ചിട്ടുണ്ട്. അത് ഇച്ചിരിയെങ്കിലും അടങ്ങിയിരിക്കും എന്നുറപ്പുള്ളത് ജാനി മാത്രമേ ഉള്ളൂ. കാരണം ജാനി അധികം നടക്കാറായില്ല, അതുകൊണ്ട് മാത്രം. എല്ലാവരും ത്രില്ലിലാണ്, വെള്ളത്തിൽ കളിക്കാനുള്ള ത്രില്ലിലാണ്. ആരെങ്കിലും കൈവിട്ടാൽ അപ്പം ഓടിക്കളയും. അതിനാൽ എല്ലാവരെയും പിടിച്ചിട്ടുണ്ട്. എൻ്റെ തമ്പുരാനെ മണ്ണ് കണ്ടപ്പോഴത്തേന് എല്ലാത്തിനും ആവേശമായി. ഏതിനെ പിടിക്കണം എന്നറിയാൻ വയ്യാതായി. എല്ലാം കടന്ന് ഓടുക മണ്ണിനകത്ത്. ചേട്ടാമാരും കുഞ്ഞാടി മണ്ണിൽ കളിക്കുന്നുണ്ട്. അവസാനം ജാനിയും താഴെ ഇറങ്ങി. ജാനിയും കുറേ നേരം മണ്ണിൽ കളിച്ചു. ചേട്ടന്മാരെയും കുഞ്ഞാടേയും കൈ പിടിച്ച് ജാനിമോൻ മണ്ണിൽ ഒരുപാട് നടന്നു. ജാനിമോൻ ഒരുപാട് സന്തോഷമായി. അതിനുശേഷം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോഴത്തേനും എല്ലാത്തിനും ആവേശം കുറച്ചും കൂടി. ആരെയും കൈവിടാൻ പറ്റത്തില്ലല്ലോ, കൈവിട്ടാൽ അപ്പം പോവും. അതിനാൽ എല്ലാവരെയും സൂക്ഷിച്ച് മുറുകെ പിടിച്ചിട്ട് ചേട്ടൻ ഓരോരുത്തരെയായി വെള്ളത്തിൽ കൊണ്ടിറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം ഞങ്ങളും വെള്ളത്തിലിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അടിപൊളി ഫോട്ടോസും വീഡിയോസും ആയിരുന്നു. ഫോട്ടോഗ്രാഫർ വേറെ ആരുമല്ല, വാവാ ചേച്ചി തന്നെ ആയിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം അവിടെ വളരെ സന്തോഷത്തിലാണ്. അവരുടെ കളിയും ചിരിയും കണ്ട് സമയം പോയത് അറിഞ്ഞതേയില്ല. പിന്നെ കുറച്ച് ടൈം കൂടി നമ്മളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്നും തിരിച്ച് ഫുഡും കഴിച്ചാണ് എല്ലാവരെയും അവരവരുടെ വീടുകളിൽ എത്തിച്ച് നമ്മൾ തിരിച്ചു. Don't we ever just take some chances and stop your thinking and start your living? Get your shoes on, we're going dancing. These little problems, we could solve them. Try another, but I know you got one. There's